ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുന്നത്. സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ടീച്ചർ, അധ്യാപകർ എന്ന് പറയുന്നത്. അധ്യാപകർ സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവരാണ്, വലിയ ബഹുമാനമുള്ളവരാണ്. സെപ്റ്റംബർ 5 ഇന്ത്യയിൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആചരിക്കപ്പെടുന്നത്. ടീച്ചേഴ്സ് സമൂഹത്തിൽ നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും അവരുടെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരിക്കാനും വിദ്യാഭ്യാസ സംവിധാനത്തെ കാര്യക്ഷമമാക്കാനും ഉപകരിക്കാൻ വേണ്ടിയാണ് ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുന്നത്. ലോക ചരിത്രത്തിൽ വലിയ പ്രാധാന്യത്തോടുകൂടെ ആചരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ടീച്ചേഴ്സ് ഡേ. അധ്യാപകർ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളും അതിന് അധ്യാപകർക്ക് നൽകേണ്ട ആദരവും ഇത് കാര്യക്ഷമമായി നടക്കാൻ വേണ്ടിയാണ് ഈ ദിവസത്തെ ആചരിക്കുന്നത്. ഇതിന്റെ ഉത്ഭവം അധ്യാപകർ സമൂഹത്തിന്റെ ഭാവി നിർണയിക്കുന്നതിന് നിർണായക പങ്ക് വഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ ദിവസത്തെ അവരുടെ പരിശ്രമത്തിനും അതുപോലെ അവരുടെ സമർപ്പണത്തിനും നന്ദി സമർപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഒക്ടോബർ 5 യുനെസ്കോ ആഗോള അധ്യാപക ദിനമായി ആചരിക്കുന്നത്. 1966 അധ്യാപകരുടെ സ്റ്റാറ്റസ് സംബന്ധിച്ച ശുപാർശകൾ ഒപ്പുവെച്ചതിന്റെ ഓർമ്മക്കാണ് ഈ തീയതി തെരഞ്ഞെടുത്തത്. ഒക്ടോബർ 5 യുനെസ്കോ ആഗോള അധ്യാപക ദിനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ സെപ്റ്റംബർ 5 ഡോക്ടർ രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്ന, രാഷ്ട്രപതിയായ മഹാനായ ചിന്തകനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന ഈ മഹോന്നത വ്യക്തിത്വത്തിന്റെ ഓർമ്മക്കായി അദ്ദേഹത്തിന്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ആ സമയത്തെ ആൾക്കാർ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ടീച്ചേഴ്സ് ഡേ ആഘോഷിച്ചാൽ മതി, അത് ആചരിച്ചാൽ മതി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുന്ന ഒരു അവസ്ഥ വന്നത്. ചൈനയിൽ സെപ്റ്റംബർ 10 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. 1985 ഈ ദിവസത്തെ ദേശീയ അവധിയായി പ്രഖ്യാപിച്ചത് ചൈനയിൽ. ബ്രസീലിൽ ഒക്ടോബർ 15 അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. 1827 എംപറർ പെഡ്രോ എന്ന് പറയുന്ന വ്യക്തി പ്രാഥമിക വിദ്യാലയങ്ങൾക്കായി നിയമിച്ച ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ ദിവസത്തെ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ നിർദ്ദേശിച്ചത്. ആഘോഷത്തിന് വേണ്ടി സ്കൂളിൽ നടക്കുന്ന പരിപാടികൾ, കലാപരിപാടികൾ നടത്തും. വിദ്യാർത്ഥികളെ ടീച്ചേഴ്സായി ആക്ട് ചെയ്തുമൊക്കെ പഠിപ്പിക്കുന്നത് കാണാം. സമ്മാനങ്ങൾ നൽകുക, കുറിപ്പുകൾ നൽകുക, ഇതൊക്കെ ഈ ദിനത്തെ ആചരിക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. എന്നാൽ പ്രഗത്ഭരായ അധ്യാപകരെ ഓർമ്മിക്കാൻ വേണ്ടി അവാർഡുകൾ നൽകുന്നതും വലിയ ബഹുമതികൾ നൽകുന്നതും ഈ ദിവസത്തിന്റെ ഭാഗമായി ചെയ്യാറുണ്ട്. ആഗോള അധ്യാപക ദിനത്തിൽ അഥവാ ഒക്ടോബർ 5 യുനെസ്കോ അധ്യാപകരുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള ആശയങ്ങൾ, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ ചർച്ചകൾ നടത്താറുണ്ട്. അധ്യാപക ദിനത്തിന്റെ പ്രാധാന്യം പ്രധാനമായും അവർക്ക് താങ്ക്സ് പറയുക, അവർക്ക് ബഹുമാനം നൽകുക, ഇത് അധ്യാപകരുടെ നില ഉയർത്താനും അവരുടെ ഒരു സ്ഥാനം, അവരുടെ പൊസിഷൻ സമൂഹത്തിൽ കാര്യക്ഷമമായി കൊണ്ടുവരാനൊക്കെ ഉപകാരപ്പെടുന്നതുമാണ്. ബോധവൽക്കരണം നല്ലതാണ്. അധ്യാപകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹരിക്കപ്പെടാനും അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ പ്രാധാന്യം നൽകേണ്ടതാണ് അധ്യാപകരുടെ ബാധ്യതകൾ. ഈ സമൂഹത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന വിഷയം, അതും ഈ ദിവസത്തിൽ കൂടുതലായി ചർച്ചയ്ക്ക് വരേണ്ടതാണ്. നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന സർവമാന നന്മകൾക്കും അധ്യാപകർ കാരണക്കാരാണ്. സമൂഹം ഇന്ന് ഉയരുന്ന എല്ലാ ഉയർച്ചയുടെയും പിന്നിൽ അധ്യാപകരുടെ കൈകളുണ്ട്. അതേസമയം തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിന് അധോഗതി ഉണ്ടെങ്കിൽ ആ അധോഗതിയുടെ കാരണക്കാരും അധ്യാപകർ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും കാര്യമായി ചർച്ച നടക്കേണ്ട സമയമാണ്. അതേക്കുറിച്ച് പഠിക്കുകയും നിരന്തരം ഗവേഷണങ്ങൾ നടക്കുകയും കൂടുതൽ കാര്യക്ഷമമായ റൂട്ടുകൾ അധ്യാപക ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഈ അധ്യാപക ദിനം ഉപകരിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് അപജയമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും അധ്യാപകരുടെ ആ കാര്യക്ഷമതയുടെ ശോഷണം, അതിന്റെ കുറവ് തീർച്ചയായും കാരണമാകുന്നുണ്ട് എന്നത് ഒരു പച്ചയായ വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അത് കണ്ണടച്ചാൽ നമുക്ക് ഇരുട്ടാക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ വിഷയം അധ്യാപകർക്കിടയിൽ അങ്ങനെ ഒരു ചർച്ച കൂടി നടക്കേണ്ടതാണ്. വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപക ദിനത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. വിദ്യാഭ്യാസത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിലും വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിദ്യാലയങ്ങളിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് എന്ന് പറയാം വിദ്യാലയങ്ങളുണ്ട്. ഈ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് കാര്യക്ഷമമായ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ, വിദ്യാർത്ഥികൾക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ, വിദ്യാർത്ഥികൾക്ക് സന്തോഷം പകർന്നു നൽകാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ അതും പരിഹരിക്കപ്പെടേണ്ടതാണ്. പലപ്പോഴും മറ്റ് ഉദ്യോഗങ്ങൾ കിട്ടാത്തവർക്ക്, മറ്റ് പല വിഷയങ്ങളിലും പരാജയപ്പെടുന്നവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ അഡ്രസ് ഒപ്പിച്ചെടുക്കാനും അതിന്റെ പേരിൽ ഏതെങ്കിലും എയ്ഡഡോ അല്ലെങ്കിൽ അൺഎയ്ഡഡോ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ അവരവരുടെ വ്യക്തിബന്ധങ്ങളുടെ പവർ അനുസരിച്ച് കയറിക്കൂടാനും അതിലൂടെ അങ്ങനെ നിലനിന്നു പോകാനും അതിന് സാധ്യമാകേണ്ട ഒരു പൊസിഷനായി അധ്യാപക പൊസിഷൻ മാറരുത്. അധ്യാപകന്റെ ആ ഒരു സ്ഥാനം അത് സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ്. മറ്റേതൊരു സമൂഹത്തെക്കാളും, ഡോക്ടറെക്കാളും, എഞ്ചിനീയറെക്കാളും, വക്കീലിനെക്കാളും, അതുപോലെ തുടങ്ങി സാമ്പത്തിക മേഖലയിലുള്ള പ്രൊഫഷണൽസിനേക്കാളും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകപ്പെടേണ്ട വിഭാഗം അധ്യാപകരാണ്. അധ്യാപകർ ഒരു സമൂഹത്തിലെ ഏറ്റവും കഴിവുറ്റവരായിരിക്കണം. അധ്യാപകർ എങ്ങനെയെങ്കിലും ചുളുവിൽ കയറി വരുന്നവരായി അധ്യാപകർ മാറരുത് എന്നുകൂടി ഈ ദിവസത്തിൽ ഗൗരവത്തോടെ ചിന്തിക്കപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അധ്യാപക സമൂഹം വലിയ ഭാഗ്യമുള്ളവരാണ്, വലിയ സ്ഥാനമുള്ളവരാണ്, വലിയ മഹത്വമുള്ളവരാണ്. അധ്യാപക സമൂഹത്തിന്റെ ബഹുമാനം അത് നിലനിർത്തപ്പെടേണ്ടതാണ്. അതൊരു സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ്. അത് ഉൾക്കൊള്ളാനും അത് കാര്യക്ഷമമായി സമൂഹത്തിൽ ആ ഒരു സന്ദേശം എത്തിക്കാനും ഈ ദിവസം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ അധ്യാപകർക്കും സർവമാന ബഹുമാനങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.